Again, welcome to Face Prime Online Class. I am Murshid. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5th ചാപ്റ്റർ ആണല്ലേ, ട്രിഗോണമിതി അഥവാ ട്രിഗണോമെട്രി. അതിൽ റേഷ്യോ വെച്ചിട്ട് അതുപോലെ സൈന് കോസ് ടാന് എന്നിവയുമായി ബന്ധപ്പെട്ട് ദെൻ ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലേ, മേൽക്കോണ് കീഴ്ക്കോണ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ചില ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിൻ്റെയും ഗോപുരത്തിൻ്റെയും ഉയരം കണക്കാക്കുക. A 1.7 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 50 degree. Calculate the heights of the tower and the hill. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഗോപുരത്തിൻ്റെ അല്ലേ, ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ അല്ലേ, ഒരു ഗോപുരമുണ്ടെങ്കിൽ, ഒരു ടവർ ഉണ്ടെങ്കിൽ ആ ടവറിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യണം? 40 മീറ്റർ അകലെയുള്ള ഒരു വലിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇവിടെ താഴെ നിന്നിട്ട് ആദ്യം നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രി മേൽക്കോണിൽ. ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ദെൻ പിന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടവറിൻ്റെ മുകളിൽ, ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഹില്ലിൻ്റെ മുകളിലേക്ക് നോക്കുന്നതോ 50 ഡിഗ്രി മേൽക്കോണിലാണ്. ഈ ഗോപുരവും ഈ ടവറും അതുപോലെ തന്നെ ഹില്ലും കുന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 മീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഹിൽ? കുന്നിൻ്റെ നീളം എന്താണ്? ഗോപുരത്തിൻ്റെ നീളം എന്താണ്? നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു റഫ് ഫിഗർ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളൊരു റഫ് ഫിഗർ എന്ത് ചെയ്യുക? ഒന്ന് വരച്ചു നോക്കാം. നിങ്ങൾക്കറിയാം, ഇവിടെ ആദ്യം എന്തുണ്ട്? ഒരു ഗോപുരമുണ്ട്, എന്തുണ്ട്? ഒരു ടവർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗോപുരം അല്ലെങ്കിൽ ഒരു ടവർ വരച്ചു അല്ലേ. ഇവിടെ ഇപ്പുറത്ത് ആരുമുണ്ട്? ഒരു 40 മീറ്റർ അകലെ ആരുമുണ്ടെന്നറിയാം? ഒരു കുന്നുമുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 40 മീറ്റർ അകലെ ഒരു കുന്ന് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുന്നും വരയ്ക്കാം അല്ലേ. ഏകദേശം ടവറിനേക്കാൾ ഹൈറ്റ് ഉണ്ടെന്നറിയാം. ഓക്കെ, അപ്പോൾ ടവറിനേക്കാൾ ഹൈറ്റിൽ എന്ത് വരച്ചു? ഒരു കുന്ന് വരച്ചു. ഒരു ടവർ വരച്ചു, ദെൻ ഒരു കുന്ന് വരച്ചു. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? 40 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാണ് ഈ ടവറിൻ്റെ ചുവട്ടിൽ 1.75 അല്ലേ, 1.75 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടവറിൻ്റെ ചുവട്ടിൽ 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ആദ്യം എങ്ങനെ നോക്കുക അല്ലേ? നേരെ നോക്കുന്നത് നമ്മൾ വരച്ചാൽ ഇങ്ങനെയാണ്. ഇയാൾ നേരെ നോക്കുന്നത് വരച്ചാൽ, പക്ഷേ ഇയാൾ നേരെയല്ല നോക്കുന്നത്. ഇയാൾ എങ്ങോട്ടാണ് നോക്കുന്നത്? ഈ കുന്നിൻ്റെ മുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ഇയാൾ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലേ, ഏകദേശം ഈ രൂപത്തിലാവും എന്ത് ചെയ്യുക? കുന്നിൻ്റെ മുകളിലേക്ക് നോക്കാം. അപ്പം നേരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കുന്നിൻ്റെ മുകളിലേക്ക് അയാൾ നോക്കുന്നത്. എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ മേലെ 60 ഡിഗ്രി മേൽക്കോണിലാണ് എന്ത് ചെയ്യുന്നത്? കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുന്നത്. പിന്നെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇയാൾ എന്ത് ചെയ്തു? ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറി. ഓക്കെ, ടവർ എത്രയാണുള്ളത്? ഇതിൻ്റെ മുകളിൽ അയാൾ കയറി. ഇതിൻ്റെ മുകളിൽ കയറി നിന്നു പറഞ്ഞാൽ അയാൾ എത്ര കൂടെ ഉണ്ടാവും? ഇവിടെ 1.75 കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ 1.75. എന്നിട്ട് അയാൾ ഇവിടെ നിന്നിട്ട് ഇയാൾ ആദ്യം നേരെ നോക്കുക അല്ലേ. ആദ്യം നമ്മളെപ്പോഴും മേൽക്കോണ് ഏത് ഡിപ്രഷൻ ഏത് പറഞ്ഞാലും അയാൾ നേരെ നോക്കിയാൽ എന്ത് എന്നുള്ളത് ആദ്യം ഒന്ന് വരച്ചിടണം. അപ്പോൾ എന്ത് ചെയ്തു? 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ ഇവിടുന്ന് നേരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷെ ഇയാൾ നേരെയാണോ നോക്കിയിട്ടുള്ളത്? അല്ല. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടും അയാൾ നോക്കിയിട്ടുള്ളത് എങ്ങോട്ടാണ്? ഈ കുന്നിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ വരക്കുമ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ആംഗിൾ ഓഫ് എലവേഷൻ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അത് എത്രയായിരുന്നു? ക്ലൈംബിംഗ് നമ്മൾ അല്ലേ, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അയാൾ നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 50
ഡിഗ്രിയിലാണ് അല്ലേ, 50 ഡിഗ്രിയിലാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇതാണ് ടവറിന്റെ നീളം അല്ലേ. ഇനിയോ പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ. ഈ കുന്നിന്റെ ഉയരം എത്രയാണ് അല്ലേ. ഇതാണ് എന്ത്, കുന്നിന്റെ ഉയരം. ഇപ്പൊ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഏതാണ് ഹൈറ്റ് ഓഫ് ദ ടവർ? എ എഫ് ആണോ? അല്ല. എ എഫ് എന്ന് പറഞ്ഞാൽ ഈ ടവറിന്റെ മുകളിൽ കുട്ടിയും അല്ലെങ്കിൽ അയാളും നിൽക്കുന്ന ഉയരമാണ്. നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഹിൽ അല്ലെ, കുന്നിന്റെ ഉയരവും ഗോപുരത്തിന്റെ ഉയരവുമാണ്. അപ്പൊ ഇതിൽ ഗോപുരം അല്ലെങ്കിൽ ടവർ എന്ന് പറയുന്നത് ഏതാണ്? എ ജി ആണ്. അപ്പൊ എ ജിയുടെ നീളം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? കണ്ടെത്താനുള്ളതാണ്. ഓക്കെ, എ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ടവർ, ഗോപുരമാണ്, ഗോപുരത്തിന്റെ ഉയരമാണ്. ഇനി അതുപോലെ പിന്നെ നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ദ ഹിൽ ആണ് അല്ലെ, കുന്നിന്റെ ഉയരമാണ്. കുന്നെന്ന് പറഞ്ഞാൽ ഏതാണ്? ബി ഇ ആണ്. ഓക്കെ, ഏതാണ്? ബി ഇ. ബി ഇ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാണാനുള്ളതാണ്. കാരണം ബി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഹിൽ, കുന്നിന്റെ ഉയരമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇത് 1.75 ആണെങ്കിൽ അല്ലെ, ഈ എ എച്ച് എന്ന് പറയുന്നത് 1.75 ആണെങ്കിൽ ഈ ബി സിയും എന്ത് തന്നെയായിരിക്കും? 1.75 തന്നെയല്ലേ? ആണ്. അപ്പോ ഈ ബി ഇ നമുക്ക് കാണാനുള്ളതാ. ഈ ബി ഇ നമുക്ക് കാണാനുള്ളതാണ്. അതിൽ ബി സി 1.75 ആണ് അല്ലെ. ഇനി എന്ത് കണ്ടാൽ മതി? സിഇ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഈ സിഇയുടെ നീളം എന്താണോ അതിലേക്ക് 1.75 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഈ ബി ഇ എന്ന് പറയുന്ന കുന്നിന്റെ ഉയരം കിട്ടി, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഹിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടിയേക്കും. ഓക്കെ, ഇപ്പൊ ഇത് 1.75 ആണ്, ഇത് 1.75 എന്നറിയാം. അതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റൊരു കാര്യമാണ് ഈ എ ബി എത്രയാണോ അത് തന്നെയാണ് ഏത്? ഈ എച്ച് സി എന്ന് പറഞ്ഞാലും. അപ്പൊ അതും എന്താണ്? 40 മീറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഇത് 40 ആണ്, ഇത് 40 ആണ്. ഇതുപോലെ തന്നെയാണ് ഈ എഫ് ഡി എന്ന് പറയുന്ന നീളവും എന്ത് തന്നെയായിരിക്കും? 40 മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ ചെയ്യുമ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാം. ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ് ആ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഏതാണ്? എച്ച് സി ഇ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. എച്ച് സി ഇ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പിന്നെ ഏതാണ് ഇവിടെ വേറെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉള്ള ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ്? എഫ് ഡി ഇ എന്ന് പറയുന്ന മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. നമുക്കിതിൽ ഈ ഹൈറ്റ് ഓഫ് ദ ഹില്ല് കാണാൻ സുഖമാണല്ലേ. ഏതാ ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുന്നിന്റെ ഉയരം എന്ന് പറഞ്ഞ ഈ ബി ഇ നിങ്ങൾക്ക് കാണാം. ഈ ബി ഇ എങ്ങനെയാ നിങ്ങൾ കാണുക? ബി ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 1.75 എന്നറിയാം അല്ലെ. അതിലേക്ക് എന്ത് കൂട്ടിയാൽ മതി? സിഇ കൂട്ടിയാൽ മതി. ഈ സിഇ എന്ന് പറയുന്നത് എന്താണ്? സിഇ എന്ന് പറയുന്നത് ഈ വലിയ മട്ട ത്രികോണത്തിന്റെ വലിയ ഈ എച്ച് സിഇ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്താണ്? ഒരു വശമാണ്, ഒരു സൈഡാണ്. ആര്? സിഇ. അപ്പൊ ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായ എച്ച് സിഇ, ഏത്? എച്ച് സിഇ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ, മട്ടത്രികോണത്തെ സംബന്ധിച്ച് ഒരു കോണ് തന്നിട്ടുണ്ട്, ഒരു വശവും തന്നിട്ടുണ്ട്. അപ്പൊ സുഖസുന്ദരമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിഇ എന്ന് പറയുന്ന സൈഡ് നമുക്ക് കാണാം, വശം നമുക്ക് കാണാം. സിഇ എന്ന് പറയുന്ന സൈഡ് കണ്ടാൽ അതിലേക്ക് 1.75 കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കുന്നിന്റെ ഉയരം കിട്ടൂലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ സിഇ കാണുക? വളരെ സിമ്പിളായിട്ട് കാണാം. കാരണം ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്, ഇതെന്തായിരിക്കും അല്ലേ? 30 ഡിഗ്രി അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാലോ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 40 മീറ്റർ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 60 ഓപ്പോസിറ്റ് കിട്ടും അല്ലേ. ആ റേഷ്യോ വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാം. ഇനി അതൊന്നല്ല,
നിങ്ങൾ എന്താ റേഷ്യോ വെച്ചിട്ടൊന്നല്ലേ ചെയ്യണേ, ഈ സൈന് കോസ് ടാൻ എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ ഏതാണ് ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു, വലിയ ട്രയാങ്കിളിൽ HCE എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഇൻ ട്രയാങ്കിൾ HCE അല്ലെങ്കിൽ ത്രികോണം HCE പരിഗണിച്ചാൽ ഇവിടെ ഈ 60നെ സംബന്ധിച്ച് ഈ വശം എന്ത് വശമാണ്? സമീപ വശമാണ് അല്ലെ? എന്ത് വശമാണ്? സമീപ വശം അല്ലെ? സമീപ വശം അല്ലെങ്കിൽ അഡ്ജസെന്റ് സൈഡ്. ഓക്കെ, ഇനിയോ ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ നമുക്ക് കാണാനുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ സൈഡാണ് അല്ലെ? അപ്പൊ 60 ഡിഗ്രിയെ സംബന്ധിച്ച് ഈ ഭാഗത്തെ സൈഡ് എന്താണ്? എതിർവശമാണ്. ഏതാണ്? ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഏതായിരിക്കും എടുക്കേണ്ടി വരിക? സൈനാണോ, കോസാണോ, ടാനാണോ? ഏതാണ്? ടാൻ ആണ് അല്ലെ? കാരണം എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള മേൽക്കോണ്, കീഴ്ക്കോണ്, ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇങ്ങനെ ഇത്തരത്തിൽ പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെയും ടാൻ ആയിരിക്കും അധികം എടുക്കേണ്ടി വരും. ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിലാകും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏതാണ് എടുക്കേണ്ടി വരിക? ടാൻ ആണല്ലേ? അപ്പൊ ടാൻ 60 അല്ലെ? ടാൻ 60 60 സമം ഈക്വൽ ടു അല്ലെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? CEA അല്ലെങ്കിൽ HCE എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? CE ആണ്. അപ്പോൾ CE. ദെൻ ബൈ അഡ്ജസെന്റ് സൈഡ് ആരാ? HC ആണ് അല്ലെ? HC. നിങ്ങൾക്കറിയാം ടാൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ആണ് കേട്ടോ. √3 അല്ലേ? ടാൻ 60 സൈൻ 60 കോസ് 30 60 ഇവിടെ സൈനും കോസും ടാനും 45ന്റെ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനൊന്നും വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യനിൽ തരൂല. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ടാൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. CE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു? CE എന്ന് എഴുതുന്നു. ബൈ HC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 മീറ്റർ ആണ് അല്ലേ? അപ്പൊ 40. CEയുടെ താഴെ 40 ഉണ്ടെങ്കിൽ √3ന്റെ താഴെ ആരുണ്ട്? 1 ഉണ്ട് അല്ലെ? അപ്പോ 1 × CE അല്ലെ? ശ്രദ്ധിക്കുക, 1 × CE എന്ന് പറഞ്ഞാൽ എന്താണ്? CE ആണ്. ഈക്വൽ ടു 1 × CE. Then 40 × √3 എന്താണ്? 40√3. ഓക്കെ, 40√3 എന്ന് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം അല്ലെ? 40√3 ഇതെന്താണ്? CE ആണ് അല്ലെ? CE ആണ്. അതിലേക്ക് എന്ത് കൂട്ടിയാൽ മതി? ഈ 1.75 കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? കുന്നിന്റെ ഉയരമാണ്. BE ആണ് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ദശാംശ രൂപത്തിലൂടെ കാണുകയാണെങ്കിൽ CE ഈക്വൽ ടു 40 × √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.7 ആണ് അല്ലേ? അപ്പോൾ 1.73 സംതിങ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 1.7 എടുക്കുകയാണെങ്കിൽ CE സമം 40 എന്ത് ചെയ്യാം? 1.7 കൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന് ഗുണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 40നെ 1.7 കൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന് ഗുണിച്ച് നോക്കാം കേട്ടോ. 40 × 1.7 അല്ലേ? 7 × 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. 7 × 4 എന്ന് പറഞ്ഞാൽ 28. 1 × 0 0. 1 × 4 4 അല്ലേ? അപ്പോൾ 0 8 6. നമ്മൾ എന്ത് ചെയ്യുന്നത്? 40നെ 1.7 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ എന്താണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ? അപ്പോൾ 68.0 എന്ന് പറഞ്ഞാൽ എന്താണ്? 68. നമുക്ക് കാണേണ്ടത് എന്താണ്? കുന്നിന്റെ ഉയരമാണ്. ഇപ്പൊ ഈ CE എന്ന് പറഞ്ഞാൽ അല്ലെ? CEയുടെ നീളം നിങ്ങൾക്ക് കിട്ടി 68 ആണ്. ആ 68ന്റെ കൂടെ CEയുടെ നീളമായ 68ന്റെ കൂടെ 1.75 കൂടെ കൂട്ടിയാൽ ഏതായി? BE കിട്ടി ഇല്ലേ? BE എന്ന് പറഞ്ഞാൽ ആരാണ്? കുന്നിന്റെ ഉയരമാണ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഹിൽ ആണ്. അപ്പോൾ BE ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് CE ല്ലേ? അത് എത്രയാണ്? 68 ആണ്. ആ 68ന്റെ കൂടെ എന്തും കൂടെ കൂട്ടിയാൽ മതി? 1.75 കൂട്ടിയാൽ മതി അല്ല? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 68ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1.75 അല്ലേ? അപ്പൊ 5 7 അല്ലെ? പോയിന്റ്. പിന്നെ എന്ത് ചെയ്യും? 8ക്ക് 1 കൂട്ടിയാൽ എന്താണ്? 9. അപ്പൊ എത്ര കിട്ടുക? 69.75. എത്രയാണ് BE? BE എന്ന് പറഞ്ഞാൽ എന്താണ്? 69.75. ഈ BE എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഹിൽ.
കുന്നിൻ്റെ ഉയരമാണ്. ഇനി നമുക്ക് കാണേണ്ടത്, അപ്പോൾ കുന്നിൻ്റെ ഉയരം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള BE, രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് BE-യും കാണണം, AG-യും കാണണം. ഹൈറ്റ് ഓഫ് ദ ടവറും കാണണം, അതുപോലെ തന്നെ എന്തും കാണാം, കുന്നിൻ്റെ ഉയരവും കാണണം. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്തു അതിൽ കുന്നിൻ്റെ ഉയരം നിങ്ങൾ എന്ത് ചെയ്തു കണ്ടെത്തി കഴിഞ്ഞു, 69.75. ഇനി ഹൈറ്റ് ഓഫ് ദ ടവർ കാണണം, അതായത് ഏത് കാണണം, ഗോപുരത്തിൻ്റെ ഉയരം കാണണം. ഈ AG-യുടെ നീളം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. AG എന്ന് പറഞ്ഞല്ലേ, AG-യുടെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഇതിങ്ങനെ ഉണ്ട് അല്ലേ. AG-യുടെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ABCDEF അല്ലേ, G കഴിഞ്ഞ അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, HI കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് വരച്ചത് എന്തിനെന്ന് വെച്ചാൽ ഈ AG-യുടെ കറക്റ്റ് നീളം നമ്മൾ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ AG-യുടെ നീളം എത്രയാണോ അത് തന്നെയാണ് ഈ കണ്ടിട്ടുള്ള BI അല്ലേ. ഈ AG-യുടെ നീളം ഞാനിവിടെ അടയാളപ്പെടുത്തിയത് നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്, ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ഹൈറ്റ് ഓഫ് ദ ടവർ അതിൻ്റെ അതേ സെയിം നീളം ഇങ്ങോട്ട് കാണിച്ചാൽ എന്താണ്, BI ആണ്. അപ്പോൾ ഇവിടെ AG കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടാലും മതി, ഈ BI അല്ലേ, ഈ ഒരു കറക്റ്റ് ലെങ്ത് തന്നെയല്ലേ ഇതും. അപ്പോൾ ഈ BI-യുടെ നീളം എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. നിങ്ങൾക്കറിയാം ഇത് 1.75 ആണെങ്കിൽ ഈ ID എന്ന് പറഞ്ഞാലും എന്താണ്, 1.75 ആണ്. നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 69.75 ആണ്. നമുക്ക് എന്താണ് കാണേണ്ടത്, ഹൈറ്റ് ഓഫ് ദ ടവർ, ഗോപുരത്തിൻ്റെ ഉയരം. ഈ AG എന്ന് പറഞ്ഞതാണ് ഗോപുരമെങ്കിൽ അതിൻ്റെ അതേ നീളം തന്നെയാണ് ഈ BI എന്ന് പറയുന്നതും അല്ലേ. അപ്പം നമുക്ക് എന്ത് കണ്ടാൽ മതി, AG കാണണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കണ്ടാലും മതി, ഈ BI കണ്ടാലും മതി. നിങ്ങൾക്കറിയാം ഈ BI-യുടെ നീളം കാണാൻ സുഖമാണ്, കാരണം BI എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇതുവരെയാണ്, ഇതിൻ്റെ നീളമാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ കണ്ടെത്തി 69.75 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇതുവരെയുള്ള നീളമാണ്. അപ്പോൾ ഈ വലിയ നീളത്തിൽ നിന്ന് ഈ ഒരു ഭാഗം കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള IE എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കുറച്ചാൽ, അതായത് ഇവിടെ ശ്രദ്ധിക്കണം, BE-യിൽ നിന്ന് BE എന്ന് പറഞ്ഞാൽ 69.75, അതായത് കുന്നിൻ്റെ ഉയരം. അപ്പോൾ ഈ BE-യിൽ നിന്ന് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ DE എന്ന് പറയുന്ന ഈ ഭാഗവും ഈ 1.75, അതായത് BE-യിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ളത് BI ആയതുകൊണ്ട് ഈ BE എന്ന് പറയുന്ന വലിയ സൈഡിൽ നിന്ന് IE എന്ന് പറയുന്ന അല്ലേ, BE എന്ന് പറയുന്ന ഈ വലിയ സൈഡിൽ നിന്ന് IE എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, BI എന്ന് പറയുന്ന ഭാഗം കിട്ടും, അതായത് AG എന്ന് പറയുന്ന നീളം കിട്ടും എന്ന് പറഞ്ഞാൽ ടവറിൻ്റെ ഗോപുരത്തിൻ്റെ ഉയരം കിട്ടും. അപ്പോൾ ഇത് 69.75 ആണെന്നറിയാം. ഇനി ഇത്രയും ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 69.75 നിന്ന് ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. ഇത്രയും ഭാഗം കുറക്കണം എന്ന് പറഞ്ഞാൽ ഇത് 1.75 ആണെന്ന് അറിയാം. ഇനി ഇത് എത്രയാണെന്ന് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം DE നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി, ഈ ചെറിയ ട്രയാങ്കിൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഏതാ ചെറിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ FDE ആണല്ലേ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ FDE അല്ലേ, ഇൻ ട്രയാങ്കിൾ FDE. നിങ്ങൾക്കറിയാം ഇവിടെ ഈ 50 ഡിഗ്രിയെ സംബന്ധിച്ച് തന്ന സൈഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡാണ്, സമീപവശമാണ്. നമുക്കിപ്പോൾ കുറക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്താനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഏതാണ് tan ആണ് അല്ലേ. അപ്പോൾ tan 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്, DE ആണ് അല്ലേ. അപ്പോൾ DE എതിർവശം ആരാണ്, DE ബൈ അഡ്ജസെന്റ് സൈഡ് സമീപവശം ആരാണ്, FD ആണ് അല്ലേ, FD. tan 50ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ, 1.2 ആണ്, 1.2. DE എന്ന് പറഞ്ഞാൽ
DE എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, DE എന്ന് തന്നെ കൊടുക്കുന്നു. FD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 40 മീറ്റർ ആണ് അല്ലേ, അപ്പം എന്ത് ചെയ്യുന്നു 40 മീറ്റർ, അതായത് 40. DEയുടെ താഴെ നിങ്ങൾക്ക് 40 കാണുന്നുണ്ടെങ്കിൽ അല്ലെ, 1.2ന്റെ താഴെ ആരുണ്ട്, 1 ഉണ്ട്. 1നെ DE കൊണ്ട് ഗുണിച്ചാൽ എന്താണ്, DE ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 40നെ 1.2 കൊണ്ട് ഗുണിക്കാം. 40 ഇൻറ്റു 1.2 എന്താണ്, 40 ഇൻറ്റു 1.2. ഇനി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ 40നെ 1.2 കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 40ന് എന്ത് ചെയ്യണം, നമ്മൾ 1.2 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ 40 ഇൻറ്റു 1.2. 2നെ 0 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്, 0 ആണ്. 2നെ 4 കൊണ്ട് ഗുണിച്ചാലോ 8 ആണ്. ദെൻ 1നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ്. 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്, 4. അപ്പോൾ 0, 8, 4. നമ്മൾ 12 കൊണ്ടല്ല ഗുണിച്ചത്, 1.2 കൊണ്ടായതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ടാൽ എന്താണ്, 48.0. 48.0 എന്ന് പറഞ്ഞാൽ എന്താണ്, 48 ആണല്ലേ. അപ്പോൾ DE നിങ്ങൾക്ക് കിട്ടി, എന്താണ്, 48. നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്, ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ ആരാണ്, AG ആണ് അല്ലേ. AG ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ AGയുടെ സെയിം നീളം തന്നെയാണ് ആർക്കുമുള്ളത് അല്ലേ. ഈ AG ആണ് നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ കാണേണ്ടത് അല്ലേ. അപ്പൊ അതിന്റെ സെയിം നീളം തന്നെയാണ് ആർക്ക്, BIക്ക് അല്ലേ. അത് തന്നെയാണ് എന്ത്, BI അല്ലേ. അപ്പൊ ഈ BIയും AGയും എന്താണ്, തുല്യമാണ്. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാലും AG ആണ് അല്ലേ. AGയുടെ നീളം തന്നെയാണ് ആർക്ക്, BIക്ക് അല്ലേ. അപ്പൊ ഈ BI എന്ന് പറഞ്ഞാൽ എന്താണ്, BI എന്ന് പറഞ്ഞാൽ അല്ലേ, ഇവിടെ ശ്രദ്ധിക്കണം, BI എന്ന് പറഞ്ഞാൽ ഈ BEയിൽ നിന്ന് അല്ലേ, BEയിൽ നിന്ന് എന്ത് കുറച്ചതാണ്, IE കുറച്ചതാണ് അല്ലേ. BEയിൽ നിന്ന് ഏത് കുറച്ചതാണ്, BEയിൽ നിന്ന് ഏത് കുറച്ചതാണ്, IE കുറച്ചതാണ്. IE കുറച്ചതാണ്. അപ്പൊ ഈ IE എന്ന് പറഞ്ഞാൽ എത്രയല്ലേ, BI എന്ന് പറഞ്ഞാൽ അല്ലെ, ഇവിടെ നിന്നിട്ട് ഇതുവരെയുള്ള നീളമായ ഗോപുരത്തിന്റെ നീളം അല്ലെ, AG. അത് എന്ന് പറഞ്ഞാൽ ഈ BEയിൽ നിന്ന് IE കുറച്ചതാണ്. BE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 69.75. ഈ IE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ID 1.75 ആണെന്ന് അറിയാം. DE നിങ്ങളിപ്പോ കണ്ടെത്തി, DE എത്രയാ, 48 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് IEയും കിട്ടും. 48ക്ക് എന്ത് കൂട്ടിയാൽ മതി, 1.75 കൂട്ടിയാൽ മതി, പോരെ. അപ്പോ BI എന്ന് പറഞ്ഞാൽ BEയിൽ നിന്ന് IE കുറച്ചതാ. BE നിങ്ങൾക്കറിയാം. ഇനി എന്ത് കാണണം, IE കാണണം അല്ലേ. അപ്പോ IE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, IE എന്ന് പറഞ്ഞാൽ 48ലേക്ക് എന്ത് കൂട്ടിയതാണ്, 1.75 കൂട്ടിയതാണ്. 48 പ്ലസ് 1.75. അപ്പൊ അത് കൂട്ടുമ്പോ എത്ര കിട്ടുക, 49.75 ആയിരിക്കും അല്ലെ. 49.75. അതെന്താണ് 49.75 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് IE ആണ്. ഈ IEയും കിട്ടി, BEയും നിങ്ങൾക്കറിയാം, IEയും നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ BI കണ്ടൂടെ അല്ലെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ ശ്രദ്ധിക്കാം. BI ഈക്വൽ ടു, BI എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, BI എന്ന് പറഞ്ഞാൽ BEയിൽ നിന്ന്, BE എന്ന് പറഞ്ഞാൽ എത്രയാ, BE നിങ്ങൾ കണ്ടെത്തി എത്രയാണ്, 69.75. 69.75 മൈനസ് എന്താണ് മൈനസ് ചെയ്യാനുള്ളത്, IE ആണല്ലേ. BEയിൽ നിന്ന് IE കുറക്കണം. IE എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തി എന്താണ്, 49.75 ആണ്. 49.75. BI ഈക്വൽ ടു എന്താണ്, BI ഈക്വൽ ടു
69.75 49.75 കുറച്ച് നോക്കാം. അപ്പോൾ 69.75 നിന്ന് 49.75 കുറച്ചാൽ അല്ലേ 5 നിന്ന് 5 അല്ലേ ഇതൊക്കെ എന്താ ഇത് 0 ആയിപ്പോയി. 9 9 കുറച്ചാലും 0. 6 നിന്ന് 4 കുറച്ചാൽ എന്താണ് 2. അപ്പോൾ എത്രയാണ് കിട്ടുക 69.75 നിന്ന് 49.75 കുറച്ചാൽ എത്രയാ കിട്ടുക 20 കിട്ടുക അല്ലേ. ഈ BI എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് AG ആണ് അല്ലേ. BI അല്ലേ ഇതല്ലേ BI. അതിൽ നിന്ന് ഈ BIയുടെ നീളം എന്താണോ അത് തന്നെയാണ് എന്ത് AG. അപ്പോൾ AG എന്താണ് AG ഈക്വൽ ടു എന്താണ് 20 ഓക്കെ. അപ്പോൾ AGയുടെ നീളവും നിങ്ങൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു. AG എന്ന് പറഞ്ഞാൽ ആരാണ് ഗോപുരത്തിൻ്റെ ഉയരമാണ്. ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്. ഇത് നിങ്ങൾ √3യുടെ വാല്യൂ പിന്നെ 1.7 എടുത്തുകൊണ്ടാണ് ഇങ്ങനെ 68 കിട്ടി. 1.73 സംതിങ് ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ 68 സംതിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 48 സംതിങ് ഒക്കെ കിട്ടും. ഇവിടെ നമ്മൾ 1.7 വെച്ച് നിർത്തിയോണ്ടാണ് ഇങ്ങനെ ഒരു 20 എന്നുള്ളൊരു കറക്റ്റ് ആൻസർ കിട്ടിയാൽ 20 സംതിങ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞ 2 ഹൈറ്റ് ആയിരുന്നു. ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഹിൽ. ഗോപുരത്തിൻ്റെ ഉയരം ആൻഡ് പിന്നെന്താണ് കുന്നിൻ്റെ ഉയരം. കുന്നിൻ്റെ ഉയരം നമുക്ക് കിട്ടി 69.75. ഗോപുരത്തിൻ്റെ ഉയരവും നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവറും നമുക്ക് കിട്ടി എന്താണ് 20 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം.